യേശു വിളിച്ചാൽ ഒഴിഞ്ഞു മാറരുത്. അതിൽ ഒരനുഗ്രഹമുണ്ട്. എൻ്റെ പിന്നാലെ വരുവീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ഭൗമികമായ വല വിട്ടപ്പോൾ സ്വർഗീയമായ വല അവരുടെ കയ്യിൽ കർത്താവ് കൊടുത്തു. വാക്കിൽ വല നിറച്ചുകൊടുത്ത കർത്താവിൻ്റെ ആഹ്വാനത്തിൻ്റെ മുന്നിൽ ഒരിക്കലും നാം ഒഴിഞ്ഞു മാറരുത്. യേശു വിളിക്കുമ്പോൾ ഒഴിവ് കഴിവ് പറയരുത്. വിളിയെ അവഗണിച്ചവരെ സുവിശേഷത്തിൽ കാണാം. ഒരുവൻ ശവത്തിൻ്റെ പുറകെ പോയി, മറ്റൊരുത്തൻ നിലത്തിൻ്റെ പുറകെ പോയി, വേറൊരുത്തൻ കാളയുടെ പുറകെ പോയി, ഒടുവിലെത്തവൻ കുടുംബജീവിതമെന്ന വിഷയം പറഞ്ഞുപോയി. യേശു പറയുന്നത്, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല. വിളിയെ അവഗണിക്കുന്നത് നമ്മുടെ അജ്ഞതയും അറിവില്ലായ്മയുമാണ്. അതുകൊണ്ട് ദൈവവിളി ഏറ്റെടുക്കുന്നവൻ ഏറ്റവും ദൈവത്താൽ മാനിക്കപ്പെടും. യേശു വിളിച്ചാൽ ഒരിക്കലും ഒഴിഞ്ഞു മാറരുത്. അതിൽ തീർച്ചയായും ഒരനുഗ്രഹമുണ്ട്. യേശുവോട് ചേർന്നു നടക്കാം, യേശുവിനായി ജീവൻ നൽകിടാം. നിന്റെ ഏത് സ്ഥിതിക്കും ഭേദം വരുത്തുവാൻ യേശുവിന് കഴിയും. അല്പം കൊണ്ടും അധികം കൊണ്ടും പ്രവർത്തിപ്പാൻ കഴിയുന്നവനാണ് യേശു. ആവശ്യം വലുതായിരിക്കാം, എന്നാൽ കയ്യിലുള്ളതോ പരിമിതമായിരിക്കും. പുരുഷാരത്തിൻ്റെ എണ്ണത്തിനൊത്ത് കൊടുക്കുവാൻ ശിഷ്യന്മാരുടെ പക്കൽ ഏതുമില്ലായിരുന്നു. പുരുഷന്മാരുടെ എണ്ണം തന്നെ ഏകദേശം 5000. അപ്പത്തിൻ്റെ എണ്ണമോ കേവലം 5 മാത്രം. ഒരപ്പം 1000 പേർക്ക്, ഒരു മീൻ 2500 പേർക്ക്. മനുഷ്യബുദ്ധിയിൽ ഇത് വിഭജിക്കാൻ അസാധ്യമാണ്. കയ്യിൽ കിട്ടുന്നവന് കണ്ണിൽ കരടുപോലെ കിട്ടൂ. എന്നാൽ യേശു പറയുന്നത്, ആളുകളെ പന്തി പന്തിയായി ഇരുത്തു. അവരുടെ പക്കലുണ്ടായിരുന്ന 5 അപ്പവും 2 മീനും യേശുവിൻ്റെ കൈകളിലൂടെ കയറിയിറങ്ങിയപ്പോൾ ആ അപ്പത്തിൻ്റെയും മത്സ്യത്തിൻ്റെയും സ്ഥിതിക്ക് ഭേദം വന്നു. കർത്താവ് പറഞ്ഞിട്ടിരുന്നവർക്കെല്ലാം തൃപ്തി വന്നു. എണ്ണിക്കൊടുത്തവൻ കൊട്ടക്കണക്കിന് ചുമന്നുകൊണ്ടുപോയി. അതെ, നിന്റെ ഏത് സ്ഥിതിക്കും ഭേദം വരുത്തുവാൻ യേശുവിന് കഴിയും. നിന്നെ അലട്ടുന്ന ഏത് വിഷയവും യേശുവിനോട് തുറന്നു പറയാം. ഉൾഭയം കൊണ്ട് പുറത്തു പറയാൻ കഴിയാത്ത വിഷയങ്ങളുമായി ജീവിക്കുന്നവർ അനേകരാണ്. പ്രശ്നം തുറന്നു പറഞ്ഞാൽ ചൂഷണവിധേയരാകും എന്ന ഉത്കണ്ഠയാണ് ഇവരിലുള്ളത്. വഞ്ചിതരും വഞ്ചിക്കപ്പെട്ടവരും ഇടം വലം നിൽക്കുമ്പോൾ ഉള്ളു തുറക്കുവാൻ എങ്ങനെ കഴിയും? ഉമിത്തി പോലെ വെന്തു നീറുന്ന ഹൃദയത്തിൽ പരിഹരിക്കപ്പെടാനാവാതെ വിഷയങ്ങൾ അലട്ടുകയാണ്. എന്നാൽ ചെവിക്ക് ചെവി അറിയാതെ നിന്റെ പ്രശ്നം യേശു പരിഹരിക്കും. നിന്റെ ഏത് രഹസ്യവും യേശുവിനോട് തുറന്നു പറയാം. അതെ, ആരും അറിയാതെ പ്രശ്നം പരിഹരിച്ചു തരുവാൻ കഴിയുന്ന യേശുവിനോട് ഉള്ളു തുറന്നു പറയൂ. അവൻ നിന്നെ മോചിപ്പിക്കും. അതെ, നിന്നെ അലട്ടുന്ന ഏത് വിഷയവും യേശുവിനോട് തുറന്നു പറയാം.